രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ശാരീരികമായ നേട്ടങ്ങൾക്ക് ശേഷം വിട്ടുകളയുന്നു, അവരെ വഞ്ചിക്കുന്നു. കുഴപ്പമാണോ അല്ലയോ, തെറ്റാണോ അല്ലയോ, നിയമപ്രശ്നമുണ്ടോ? ശ്രീ നിഷാദ്, ഞാൻ ഇപ്പൊ അതിന്റെ മറുപടി പറയുന്നില്ല. പക്ഷെ അങ്ങ് ഈ വാക്കൊന്ന് ഓർത്തു വെച്ചേക്കണേ. വിവാഹ വാഗ്ദാനം നൽകി ഒരാളെ പീഡിപ്പിക്കുക. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയുന്നത് വിവാഹം ചെയ്തവരെയാണോ വിവാഹം ചെയ്യാത്തവരെയാണോ? അതെ, അതിൽ കാര്യമൊന്നുമില്ല. ഇന്ത്യൻ നിയമം എന്താ പറയുന്നത് ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറയുന്നില്ല കാര്യം. അല്ല, ഞാൻ ഇത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ രാഹുൽ ഞാൻ പറയാത്തത് എനിക്ക് ഒരു പേടി ഉണ്ടായിട്ടല്ല. ഈ കുട്ടി അല്ലല്ല ഈ കുട്ടി ആരാണെന്നും ചരിത്രം ഏതാണെന്നും ഇതിന്റെ അടിസ്ഥാനപരമായ ഡേറ്റും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. പക്ഷെ അത് ഞാൻ പറയാത്തത് അത് രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയണമെന്നുള്ളതുകൊണ്ടാണ്. ഇനിയും എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവർ പറയുന്ന ഡിഫൻസ്? രാഹുലെ അല്ല, ഈ കുട്ടി ആരാണ് ചരിത്രം അറിയാമെന്ന് ഡോഗ് വിസിൽ അടിക്കുവാണോ രാഹുല്? അയ്യോ, ഒരു ഡോഗ് വിസിലും അല്ല. ആ ഡോഗ് വിസിൽ അടിക്കും. ഞാൻ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ചില ആൾക്കാർ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ദീപയെ പോലുള്ള പ്രമുഖർ. ഞാൻ അതൊന്നും എടുത്തു പറയാത്തതിന്റെ കാര്യം, ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയണേ നെഗറ്റീവായി പരാമർശിക്കരുതെന്നുള്ളതുകൊണ്ടാണ്. അത് പുരുഷനായതുകൊണ്ട് കൂടിയാണ്. അഡ്വക്കേറ്റ് ദീപ എന്ന് പറയുന്ന പ്രമുഖയായ സുപ്രീം കോടതി അഭിഭാഷകയ്ക്ക് എഴുതാം, പക്ഷെ പുരുഷനായ രാഹുൽ ഈശ്വർ എഴുതിക്കൂടാ. അത് നിഷാദൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. ഞാനിപ്പം പറയുന്നില്ല. പക്ഷെ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയെന്ന് പറയുന്നു. എന്താ പരാതി? എന്ത് ചെയ്തു എന്നാ പരാതി? ഏത് വകുപ്പിലാ പരാതി? രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാലും, നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാലും ഏത് വകുപ്പ് പ്രകാരം പോലീസ് എഫ്ഐആർ ഇടും? ഏത് വകുപ്പ് പ്രകാരം ഇടാൻ പോണേ? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്താണ്. കുറച്ചുകൂടി നിയമങ്ങൾ അറിയാമല്ലോ. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചാൽ എന്ത് പരാതിയാണ്? ഇല്ല മാഡം, അത് വകുപ്പില്ല. കാര്യം ഒരു ആണും പെണ്ണും കൂടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയാണ്. ആണും പെണ്ണും ഒരുമിച്ച്. അതിനുശേഷം അവർ കുട്ടിയെ വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അവരുടെ ഡിസ്കഷൻ ഉണ്ടാകുന്നു. അതിൽ നിയമത്തിന് ഇടപെടാൻ യാതൊരു സ്കോപ്പും ഇല്ല. ഡിസ്കഷനാണോ ഫോഴ്സ് ചെയ്യണോ? ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുണ്ട് എന്ന ഓഡിയോയിൽ തന്നെ താങ്കൾ കേട്ട് കാണുമല്ലോ. എന്നിട്ട് വീണ്ടും നിർബന്ധിക്കുകയല്ലേ ചെയ്തത്? എന്നാൽ നേരെ തിരിച്ച് ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു എന്നൊരു കേസ് പറ്റൂ. ഇതൊക്കെ വെറുതെ ടി.വി. ചാനലുകൾ രാഹുലെ നമ്മൾ ചോദിക്കുന്ന നിയമമാണ്. രാഹുൽ നമ്മൾ ചോദിക്കുന്ന നിയമമാണ്. രാഹുൽ ഫേസ്ബുക്ക് കമന്റിലേക്ക് ധാർമ്മികതയും ന്യായവും ന്യായാന്യങ്ങളൊക്കെ പറയുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. അത് കോടതിക്ക് എങ്ങനെ മനസ്സിലാവുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രക്ഷപ്പെട്ടു പോയവരുണ്ട്, ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട്. ഇതിനകത്തെ പ്രശ്നം എന്താണ്? വിവാഹ വാഗ്ദാനം നൽകുന്നു, എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരെ ശാരീരികമായി പ്രയോജനപ്പെടുത്തുന്നു, പാതിയിൽ വിട്ടുകളയുന്നു. അതാണ് അവരുടെ കേസ് എന്ന് കരുതാം.